ഒരു മാനസിക പ്രശ്നമായിട്ട് നമ്മൾ കാണുന്ന ഇമോഷനാണ് ആൻസൈറ്റി. എന്നാൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എല്ലാവരിലും ആൻസൈറ്റി ഉണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നോർമൽ ആൻസൈറ്റിയും ആൻസൈറ്റി ഡിസോർഡറും രണ്ടാണ്. ആൻസൈറ്റി ഉണ്ടാക്കാൻ കാരണമായ ഒരു ചുറ്റുപാടിൽ നിന്നും നമുക്കുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഉത്കണ്ഠ, ഉദാഹരണം പരീക്ഷ വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ആ ഒരു ആൻസൈറ്റി, അത് നോർമൽ ആൻസൈറ്റിയാണ്, അതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ അല്ല. എന്നാൽ ഇല്ലോജിക്കലായിട്ട് ഒരു ലോജിക്കും ഇല്ലാതെ കോൺസ്റ്റന്റ് ആയി നിരന്തരം നമ്മൾ ഒരു ഡിസ്ട്രെസ് അഥവാ നെഗറ്റീവ് സ്ട്രെസ് ഉണ്ടാകുന്നു എങ്കിൽ അത് ആൻസൈറ്റി ഡിസോർഡർ ആണ്. അതാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഒരു നോർമൽ ആൻസൈറ്റി ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ വിയർപ്പ്, വിറയൽ പോലുള്ള ഫിസിക്കൽ റിയാക്ഷൻസ് മാത്രമാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഒരു ആൻസൈറ്റി ഡിസോർഡർ എന്ന നിലയിൽ സംഭവിക്കുമ്പോൾ അയാളിൽ പാനിക് അറ്റാക്ക് വരെ ഉണ്ടാകാനുള്ള സാഹചര്യം കൂടുതലാണ്. സോ ആൻസൈറ്റി ഡിസോർഡർ അഥവാ അകാരണമായിട്ടുള്ള ഇല്ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വെറി നിങ്ങളിൽ ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ട്രീറ്റ്മെന്റിന് വിധേയമാകേണ്ടതാണ്.